അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം, ഇന്നലത്തെ വെള്ളിയാഴ്ച അല്ല, അതിന് മുമ്പത്തെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം 10 ദിവസത്തോളമായി കേരളത്തിലെ സലഫികൾ എന്ന് പറയുന്നവർ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ജമാലുദ്ദീൻ മങ്കട എന്ന് പറയുന്ന പ്രമുഖ പണ്ഡിതൻ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച തൻ്റെ ഖുതുബ പ്രഭാഷണത്തിൽ സലഫിസത്തിൻ്റെ നാൾവഴികളും ഇന്നത്തെ അവർ ബാധിച്ചിരിക്കുന്ന അവസ്ഥാന്തരവും വിശദീകരിച്ചുകൊണ്ട് ഒരു ഖുതുബ പ്രസംഗം നടത്തുകയുണ്ടായി. അതങ്ങ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അതോടെ മുസ്ലിം മതവുമായി, അല്ലെങ്കിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള മിക്കവാറും യൂട്യൂബർമാരെല്ലാം തന്നെ അതിൻ്റെ നിജസ്ഥിതി, അല്ലെങ്കിൽ ആ ഖുതുബ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യാൻ ശ്രമിച്ചതോടെ ഇപ്പോൾ സലഫികൾക്ക് മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണ്. കാരണം ഏതൊരു വിഷയത്തിലും സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത്, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും സമുദായത്തിന് എതിരെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സമുദായത്തോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് ഒരേ സമയത്ത് വരുത്തി തീർക്കുകയും, മറുവശത്ത് ജൂതന്മാരോ സംഘികളോ ആരായിരുന്നാലും അവർക്കനുകൂലമായ ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ വഹാബികൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സലഫികൾ എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മുനാഫിക്കുകളായിരുന്ന ഇവർ പിന്നീട് ഖവാരിജി പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടു. അതുപോലെ തന്നെ അതിനുശേഷം സലഫികളായി എന്നിങ്ങനെ മാറ്റം ഓന്തിനെപ്പോലെ അവസരത്തിനൊത്ത് മാറുകയും എല്ലാത്തിനും ഒരു ഇസ്ലാമിക ലേബൽ മുദ്ര ചാർത്തുകയും ചെയ്യുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ബ്രിട്ടീഷ് ഇന്ത്യക്ക് നേരെ, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മലബാറിലെ മുസ്ലിങ്ങൾ നിരവധിയായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷ് രാജ് ഒഴിവാക്കി കിട്ടുന്നതിന്, അഥവാ സ്വാതന്ത്ര്യം നേടുന്നതിന് തങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് സ്വരാജ്യ സ്നേഹമാണ് എന്നും അത് മുസൽമാൻ്റെ കടമയാണ് എന്നും അതുകൊണ്ട് യുദ്ധത്തിനിറങ്ങാൻ നിർബന്ധമാണ് എന്നും പറഞ്ഞ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുകയും ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന രൂപത്തിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗവാക്കാകുകയും ചെയ്തപ്പോൾ ഈ കേരളത്തിൽ ആദ്യകാല സലഫികൾ എന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ആളും പേരും എത്തിപ്പെടാത്ത സ്ഥലത്ത് പോയി പുതിയൊരു വിവാഹ ബന്ധമൊക്കെ നടത്തി അവിടെ ഇങ്ങനെ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കുടുംബ പ്രശ്നങ്ങളിലെ മധ്യസ്ഥങ്ങളും പറഞ്ഞുകൊണ്ട് കേരള ഐക്യ സംഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും രൂപീകരിച്ച് ഇങ്ങനെ ഒതുങ്ങി കൂടിയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വരുന്നത്. അപ്പോൾ ഇതിന് ആളുകൾക്ക് കേട്ടാൽ വിശ്വാസ്യത തോന്നാൻ വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇവർ ചെയ്യുക മറ്റ് മുസ്ലിങ്ങളെ മുശ്രിക്കുകളാക്കി ചാപ്പ കുത്തി കൊടുക്കും.
എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഖബറാരാധകർ, ജാറത്തിൻ്റെ ആൾക്കാർ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്യുന്നവർ എന്നൊക്കെ അങ്ങ് മുദ്ര കുത്തിക്കൊടുക്കും. അപ്പോൾ ഇവരാരാകും? യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളാണ്, ഇവരെ കയ്യിൽ മാത്രമാണ് ദീന് എന്ന് സമുദായത്തിലെ വിവരദോഷികൾ തെറ്റിദ്ധരിച്ച് ഇവരുടെ പിന്നാലെ പോകും. ഇത് ജൂതായുസത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് ഇതിൻ്റെ ചരിത്രകാലം മുതൽ ഇതിനെപ്പറ്റി പഠിച്ചു വരുന്ന എല്ലാവർക്കും അറിയാം. ജൂതന്മാരാണ് സലഫിസത്തിൻ്റെ സൃഷ്ടികൾ. നമുക്ക് വർത്തമാന കാലത്ത് നമ്മൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇറാഖിൽ IS എന്ന് പറയുന്ന ഒരു സംഘടന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആശീർവാദത്തോടെയും അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടെയും രൂപീകരിച്ചു. എന്തിനു വേണ്ടിയാ? അവിടെയുള്ള മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിന് ഈ IS എന്നിട്ട് അവിടെ ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കി പല മുസ്ലിം രാജ്യങ്ങളിലും ബോംബ് പൊട്ടിക്കലും അക്രമമൊക്കെ നടത്തിയ ശേഷം അമേരിക്കയും ഇസ്രായേലും പറയുന്ന ISIS ഭീകരർ. ലേബൽ ആർക്ക്? ലേബൽ സാധാരണ മുസ്ലിങ്ങളെ തലയിലും. അപ്പോൾ മുസ്ലിങ്ങൾ ഭീകരവാദത്തിൻ്റെ ആൾക്കാരാണെന്ന് മറ്റ് വിശ്വാസികൾക്കിടയിൽ മുദ്ര കുത്തുക, എന്നിട്ട് ഇവർ സ്വയം എന്നിട്ട് ന്യായീകരിക്കുകയും ചെയ്യും. ഞങ്ങൾ പറഞ്ഞ തൗഹീദാണ്, ഞങ്ങൾ ഇറാഖിൽ കൊന്നത് മുശ്രിക്കുകളെയാണ്, കാരണം അവർ ഖബർ ആരാധിക്കുന്നവരാണ്. എന്താ ഈ ഖബർ ആരാധന? ഖബറിനെ ആരെങ്കിലും ഇവിടെ ആരാധിക്കലുണ്ടോ? നമ്മുടെ നാട്ടിൽ ജീവിതകാലത്ത് തന്നെ സച്ചരിതരായി ജീവിച്ച മഹത്തുക്കളായ ആളുകൾ, അവരുടെ ഖബറിടത്തിൽ ആൾക്കാർ പോകുന്നത് സിയാറത്ത് ചെയ്ത് അനുഗ്രഹം തേടുക എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന പോലെ അവിടെ പോയിട്ട് ഖബറിൽ പോയിട്ട് ആരാധിക്കാനൊന്നും ആരും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ മുജാഹിദുകളല്ലാത്ത ബാക്കിയുള്ളവർക്കൊന്നും പള്ളീൻ്റെ ആവശ്യമില്ലല്ലോ. എന്ത് ചെയ്താൽ മതി? എല്ലായിടത്തും ഖബറ് മതിയല്ലോ. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവരങ്ങ് തുടങ്ങും. അതിനൊക്കെ ഹദീസിനെയും ഖുർആനെല്ലാം പകുതിയായിട്ട് വളച്ചൊടിച്ചും മുറിച്ചും കട്ടും ഇവരങ്ങ് പറയാൻ തുടങ്ങും. അപ്പോൾ ഇസ്ലാമിലെ പൂർവികരായ പണ്ഡിതന്മാർ ആധികാരികമായി അവലംബിച്ച് വരുന്ന കർമ്മശാസ്ത്ര രീതിയുണ്ട്. അതിനെ ഇവർ അംഗീകരിക്കുന്നില്ല, തള്ളിക്കളിയാണ് ചെയ്യുക. അങ്ങനെ തള്ളിക്കളിയുന്നത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത്, ഇവർ കേരളത്തിൽ നമുക്കറിയാം 1% താഴെ പ്രാതിനിധ്യം മാത്രമേ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഇവർക്കുള്ളൂ. പക്ഷേ ഈ വിഷം ഒരു തുള്ളിയായാലും മതിയല്ലോ. ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണല്ലോ നമ്മുടെ മുനമ്പം വഖഫ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൻ്റെ തന്നെ അടിസ്ഥാന കാരണത്തിലേക്ക് നമ്മൾ പോയാൽ കേരളത്തിലെ സലഫികളെന്ന് അവകാശപ്പെടുന്ന ഈ മുനാഫിക്കുകളുടെ വിശ്വരൂപം നമുക്ക് ബോധ്യപ്പെടും. ഫലസ്തീൻ്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഭൂമിയോ എന്തെങ്കിലും ഒരു മരമോ ഒരു കിണറോ ഇതൊക്കെ വഖഫ് ചെയ്താൽ നമ്മുടെ കർമ്മശാസ്ത്ര വിധിപ്രകാരം അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. വഖഫ് ഭൂമിയായാലും വഖഫ് സ്വത്തുക്കൾ എന്തായാലും അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ നഫ് എടുക്കാൻ മാത്രമേ മനുഷ്യന് അവകാശമുള്ളൂ. ഒരാൾ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ഭൂമി വഖഫ് ചെയ്താൽ അതിൽ പള്ളി ഉണ്ടാക്കി നിസ്കരിക്കുന്നതൊക്കെ മനുഷ്യന്മാരാണെങ്കിലും ആ ഭൂമി ആരുതാ? പള്ളീൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെതാണ്. അത് വിൽക്കാനോ അല്ലെങ്കിൽ വേറൊന്നുമായിട്ട് പകരം വെക്കാനോ മാറ്റാനോ ഒന്നും നമ്മുടെ കർമ്മശാസ്ത്ര വിധിപ്രകാരം അനുവദനീയമല്ല. ഇതാർക്കും കൊടുക്കാനും അനുവദനീയമല്ല. ഇതാണ് പ്രാമാണികമായ കർമ്മശാസ്ത്ര വിധി നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഏതോ ദീനീ സ്നേഹിയായ ഒരു മനുഷ്യൻ മുനമ്പത്ത് അയാൾക്കുണ്ടായിരുന്ന കുറേ ഭൂമി ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്തു.
എന്താ ഈ വഖഫ് ചെയ്യുമ്പോൾ ഡിമാൻഡ് വെക്കുക? അവിടെ ആ പറമ്പിലത്തെ അല്ലെങ്കിൽ ആ ഭൂമിയിലത്തെ ആദായം എടുത്തുകൊണ്ട് ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിക ദീനീ സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൻ്റെ ചെലവിന് ഉപയോഗിക്കാമെന്നായിരിക്കും അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ ഈ ഫറൂഖ് കോളേജിൻ്റെ ശില്പികളും ഇപ്പോഴുള്ള പ്രമാണിമാരും എല്ലാം തന്നെ ഈ പറഞ്ഞ സലഫി ആശയക്കാരാണ്. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ കേരളത്തിലെ വിവരമില്ലാത്ത സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ ഇവരും ദീനിൻ്റെ ആളുകളാണ്. നെയ്യപ്പത്തിൽ നെയ്യുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഈ സലഫി അല്ലെങ്കിൽ അഹ്ലുസുന്ന എന്നൊക്കെയാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് എന്തുണ്ടാവില്ല? ഇസ്ലാമോ ദീനോ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇവർ എന്തു ചെയ്തു? ഈ വഖഫ് ഭൂമി കിട്ടിയപ്പോൾ പിന്നെ ഒരു തലമുറ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വഖഫ് ചെയ്യപ്പെട്ട മനുഷ്യനൊക്കെ മരിച്ചുപോയ സമയം നോക്കിയിട്ട് ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ഭൂമി അങ്ങ് വിറ്റു. പലർക്കായിട്ട് വിറ്റ് കാശാക്കി. ആരൊക്കെ കൊണ്ടുപോയി തിന്നതെന്ന് പഠിച്ചവനറിയാം. അതിന് ശേഷം ആ ഭൂമി ആരോ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, അയാളൊരു പക്ഷേ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായിരിക്കും. അയാൾ എന്ത് ചെയ്ത് കുറേ പാവപ്പെട്ടവർക്കെല്ലാം വിറ്റ് പീസാക്കി കൊടുത്ത് അയാൾ പൈസ ആക്കിയിട്ടുണ്ടാവും. കാരണം അയാൾ പൈസക്ക് മേടിച്ചാണല്ലോ. അപ്പോൾ ഈ ഭൂമി വാങ്ങിയതാരാ? ഈ മുനമ്പത്തുള്ള കുറേ ക്രിസ്ത്യാനികൾ, സാധാരണക്കാർ, കുറേ ഹിന്ദുക്കളും. അങ്ങനെ അടുത്ത കാലത്ത് എന്ത് ചെയ്ത് ഈ വഖഫ് ഭൂമികളെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ വന്നോടുകൂടിയിട്ട് ഈ ഭൂമി എന്തായി? ഈ ഭൂമി വഖഫിൻ്റേതാണെന്ന് കണ്ടെത്തുന്നു. അതോടുകൂടി അവിടെ ഹൈക്കോടതി ഇടപെട്ട് അവരുടെ നികുതി മുറിക്കൽ, ലോൺ എടുക്കാനുള്ള അവകാശം തുടങ്ങി സർവ്വം ആ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തടഞ്ഞു. അപ്പോൾ അവർ പ്രക്ഷോഭം തുടങ്ങി. അതാരായാലും നാം ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളൊരു ഭൂമി വാങ്ങി, അതിൻ്റെ അടിയാധാരത്തിൽ ഇങ്ങനൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് നികുതി സ്വീകരിക്കുകയോ നമുക്കതിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ പറ്റാതിരിക്കുകയോ ആ ഭൂമി ഒരു തരത്തിൽ നമ്മുടേതായി ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ നമുക്കെല്ലാവർക്കും വിഷമമുണ്ടാവും. അത് മാത്രമേ അവിടെയുള്ള ഹിന്ദു സഹോദരന്മാർക്കും ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഉണ്ടായിട്ടുള്ളൂ. അവർ പ്രക്ഷോഭത്തിനിറങ്ങി. കാരണം എന്താ? അവർക്ക് ഈ വഖഫിൻ്റെ വലിയ ഇതൊന്നും അറിയില്ല, അവർ കാശ് കൊടുത്തിയാന്ന്. അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അവരുടെ പ്രശ്നം എന്ത് ചെയ്ത് അതിരൂക്ഷമായി. കേരള സർക്കാർ ചില നിയമം പാസ്സാക്കി, UDF ഏറ്റെടുത്തു, LDF ഏറ്റെടുത്തു, ആകെ ചർച്ചയായി, പുകിലായി. അങ്ങനെ എന്ത് ചെയ്ത് ഇത് സംഘികൾ വലിയൊരു അവസരമാക്കിയിട്ട് മുതലെടുത്തു. കണ്ടോ? ഈ മുസ്ലിങ്ങളുടെ ഹലാൽ കൊണ്ട് പറഞ്ഞ പോലെ മറ്റൊരു മനുഷ്യന്മാരെ ദ്രോഹിക്കുന്ന പരിപാടിയാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തതെന്നറിയോ? കേന്ദ്ര സർക്കാർ ഒരു വഖഫ് ഭേദഗതി കൊണ്ടുവന്നു. രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി. ഇനി വഖഫ് എന്ന് പറയുന്ന ഈ പുതിയ അമെൻമെൻറ്റ് നിയമത്തിലൂടെ മുസ്ലിങ്ങളുടെ പള്ളീൻ്റെയും അതുപോലെ തന്നെ അറബി കോളേജിൻ്റെയും യത്തീംഖാനേൻ്റെയും ദീനീ സ്ഥാപനങ്ങളുടെ എല്ലാം ഭൂമി ആർക്ക് ഏറ്റെടുക്കാനും വിൽക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലാക്കി അങ്ങ് പൊളിച്ചങ്ങ് പണിതു. ആര്? BJP സർക്കാർ, കേന്ദ്ര സർക്കാർ. അതിനുള്ള നിയമം ഇപ്പോൾ കൊണ്ടുവന്നത്. അപ്പം ഇത് ഈ തുടക്കമിട്ടാരാ? ഈ പറഞ്ഞ വഹാബികൾ. അതിൻ്റെ ഗുണഭോക്താക്കളാരാ? ഇവിടുത്തെ സംഘികളും മറ്റു മതക്കാരും. ഇതുകൊണ്ട് പേരുദോഷം കേൾക്കേണ്ടതാരാ? ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നതാരാ? ഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങൾ. ഇതാണ് ഇവർ ഓരോ കാര്യത്തിലും ഇവിടെ ചെയ്തു വരുന്നത്. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത വർഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതുകൊണ്ടാണ്. കാരണം ഈ ഖവാരിജുകളും അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഖവാരിജുകൾ വരെ അദ്ദേഹത്തിനേക്കാൾ വലിയ തൗഹീദും അതുപോലെ തന്നെ ഖുർആനിലത്തെ ആയത്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർക്കെല്ലാം അടിസ്ഥാന സ്വഭാവം അത് തന്നെയാണ്. എന്ത്? അലി റളിയല്ലാഹു അൻഹു മധ്യസ്ഥക്കാരെ നിശ്ചയിച്ചു ഖുർആന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖവാരിജ് പ്രസ്ഥാനം വന്നത്. അതേപോലെ ഇവർ തൗഹീദിൻ്റെ ആളുകളാണെന്നും ഞങ്ങളാണ് ദീനിൻ്റെ യഥാർത്ഥ ആളുകളാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ ഉഡായിപ്പ് പരിപാടികളും
ഇവിടെ ആസൂത്രണം ചെയ്യുന്നത്. സമുദായത്തെ ഒറ്റിക്കൊടുക്കുക, ചതിക്കുക എന്നതിലപ്പുറം യാതൊരു നിലപാടും ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അടിസ്ഥാന ഗുണം നിഫാക്കാണ് എന്ന് സമുദായം ഓരോന്നിലായി തിരിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാഹു ഈ സമുദായത്തെ കാത്തു രക്ഷിക്കട്ടെ. വആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.